ലാംഗ്വേജ്, മോശപ്പെട്ട പ്രയോഗങ്ങൾ പുണ്യനബി ഉപയോഗിച്ചിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മോശപ്പെട്ട ഒരു വാക്ക് ഹബീബ് ഉപയോഗിച്ചിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മോശപ്പെട്ട ഒരു വാക്ക് നബി ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ലം യകുൻ ഫാഹിഷൻ വലാ മുതഫഹിഷൻ. നബി ഞങ്ങളെങ്ങാനും ആരെയെങ്കിലും അവർ ചെയ്ത പ്രവർത്തനങ്ങളിൽ അവരോട് വെറുപ്പുണ്ടെങ്കിൽ ഹബീബായ നബി ഞങ്ങൾ ഏറ്റവും ദേഷ്യം പിടിക്കുമ്പോൾ പറയുന്ന വാക്ക് മാലഹു തരിബ ജബീനു. മാലഹു, എന്താണ് അയാൾക്ക് പറ്റിയത്? തരിബ ജബീനുഹു, അയാളുടെ നെറ്റി മണ്ണിൽ കുത്തട്ടെ, അയാളുടെ നെറ്റി മണ്ണിൽ ഉരസട്ടെ. അതൊരു പ്രയോഗമാണ്, ദേഷ്യപ്പെടുമ്പോൾ പറയുന്ന വാക്കാണ്. അതിൽ വല്ല അസഭ്യമുണ്ടോ? നെറ്റി മണ്ണ് അത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ. നെറ്റി മണ്ണിൽ ഉരസട്ടെ, മാലഹു തരിബ ജബീനുഹു എന്ന് പറയും. അതിനപ്പുറത്തേക്ക് തങ്ങൾ ചീത്ത പറയൂല. ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ വലിയൊരു വിഷയം, നമ്മളൊക്കെ പഴമക്കാരൊക്കെ പറയുന്നൊരു ഉളുപ്പില്ലാതെ എന്നൊക്കെ പറയില്ലേ, ഉളുപ്പില്ലാതെ മോശപ്പെട്ട വാക്കുകൾ പറയാം. അത് പ്രാങ്ക് കോളാണെങ്കിലും അല്ലെങ്കിലും ചില ആളുകൾക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി ടാഗ് ചെയ്ത് ആരെങ്കിലും വെച്ച കമൻറ്റ് മേലെ വെച്ചിട്ട് കൊടുക്കുന്ന മറുപടിയാണെങ്കിലും തോന്നിവാസം ഉറക്ക വിളിച്ചു പറയാം. അതിൽ ഉമ്മ വാപ്പ കുടുംബം എല്ലാവരും വരും, അവരൊക്കെ ചീത്ത പറയും. പിന്നെ പൊറുക്കപ്പെട്ട കുറേ ജീവികളുടെ പേരുമേൽ വരും. ഇങ്ങനെ തോന്നിവാസം പറയാ. അത് കേൾക്കാനും അത് ലൈക്ക് ചെയ്യാനും അതിനും കുറേ ആൾക്കാർ. പച്ചയായ വ്യഭിചാരം, വ്യഭിചാരത്തിൻ്റെ പച്ചയായ ആംഗ്യവിക്ഷേപങ്ങളും വ്യഭിചാരത്തിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുന്ന വിധമുള്ള ബോഡി ലാംഗ്വേജുകളും അങ്ങനെ വെച്ചിട്ട് വീഡിയോ എടുത്ത് വിടുന്ന പെണ്ണുങ്ങൾ, ആണുങ്ങൾ, അതിനൊന്നൊരു കുഴപ്പമില്ല. അതിനൊക്കെ കൈകൊട്ടി സ്വീകരിക്കാനും ലൈക്കടിക്കാനും കുറേ ആൾക്കാരിയ്ക്കുകയാണ്. നമ്മൾ പൊതുസമൂഹത്തോടല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഞാൻ മുസ്ലിമീങ്ങളോടാണ് പറയുന്നത്. നമുക്കിത് പറ്റില്ല. നമുക്കിവിടെ ചില നിയന്ത്രണങ്ങൾ വേണം. എല്ലാം വിളിച്ചു പറയാൻ പറ്റില്ല. നിങ്ങളൊരു മുസ്ലിം പേര് നിങ്ങളിലുണ്ടോ? ഒരു സംസ്കാരം പുണ്യനബി തങ്ങൾ പഠിപ്പിച്ചു തന്നത് ചേർത്ത് വെക്കേണ്ടതുണ്ട് കൂടെ. അങ്ങനെ ആളുകൾക്ക്, നാട്ടുകാർക്ക് മുഴുവനും തോന്നിവാസം വെച്ച് മറുപടി പറയാൻ നിന്നാൽ നമ്മുടെ അമലുകൾ വല്ലതും ബാക്കിയുണ്ടാവോ? നമ്മുടെ തോളിലും നമ്മുടെ ഹിസാബിലും നമ്മുടെ റെക്കോർഡിലും എന്തെങ്കിലും ബാക്കിയുണ്ടാവോ? ആളുകൾ എന്തൊക്കെ പറയും? ആളുകൾ പറയുന്നത് മറുപടി കൊടുക്കാൻ നിൽക്കുക. തോന്നിയത് പറയും, എഴുതിയെന്ന് വരും. കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കാൻ കഴിയുന്ന വിധം അതിലിടപെടാൻ കഴിയുന്നവർ മാത്രമേ ആ മേഖല കൈകാര്യം ചെയ്താൽ മതി. അല്ലാതെ ഓരോരുത്തരും പറയുന്നതിന് ഇങ്ങനെ മറുപടി കൊടുക്കുക, അതും പച്ചയായ അസഭ്യം വിളിച്ചു പറയാം. അസഭ്യം വിളിച്ചു പറയാം. മനുഷ്യൻ്റെ കിടപ്പറ രഹസ്യങ്ങൾ വിളിച്ചു പറയാം. ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ചുള്ള സംസാരങ്ങൾ വരുന്നത്, അതിൻ്റെ പ്രൊഡക്റ്റുകളെ പരിചയപ്പെടുത്തുന്നത്, മനുഷ്യനിൽ നിന്ന് തിന്മകൾ ഉദ്ദീഭവിക്കുന്ന വിധമുള്ള ചിന്തകളെ പൊതുസമൂഹത്തിന് വിളമ്പിക്കൊടുക്കുന്നത്, ഇതൊക്കെ മുസ്ലിമീങ്ങളായ ആളുകൾ ചെയ്യുമ്പോൾ വലിയ സങ്കടം തോന്നുന്നുണ്ട്. നമ്മളിത് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടെന്നറിയോ? നമ്മുടെ റസൂലിനത് ഇഷ്ടമായിരുന്നില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിഷൻ വലാ മുതഫഹിഷാ. അവിടുന്ന് മോശപ്പെട്ട വാക്കുകൾ പറഞ്ഞിരുന്നില്ല. കുട്ടികളൊക്കെ സ്കൂളിലും മദ്രസയിലാണെങ്കിലും പൊതു സ്ഥലത്താണെങ്കിലും ആദ്യം പഠിക്കുന്നത് ഒരു ഭാഷയിലെ മോശപ്പെട്ട വാക്കുകളായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. കുറച്ച് കുട്ടികളൊക്കെ ഡീസൻസിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ കുറേ വേർഡ്സ് അസഭ്യം പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ കുട്ടികൾ, ഞാൻ അധ്യാപകനാണ്, സ്കൂളിൽ പഠിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ കുട്ടികൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികളൊക്കെ കാണുമ്പോൾ അവർ പറയാ, സാർ എന്നെക്കുറിച്ച് ആ കുട്ടി എസ് വേർഡ് പറഞ്ഞു, എഫ് വേർഡ് പറഞ്ഞു, എൻ ആൽഫബറ്റിലെ എല്ലാ അക്ഷരങ്ങൾക്കും ഒരു തോന്നിയാസ വേർഡ് ഉണ്ട്. ഈ ആൽഫബറ്റ് മുഴുവൻ പറയും. അതും ഒരു നല്ലതാ. ആ പറഞ്ഞ വാക്ക് ആവർത്തിക്കാതിരിക്കേണ്ടത്. എന്നെപ്പറ്റി ഇവൻ ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞവൻ പറഞ്ഞ വാക്ക് ആവർത്തിക്കുകയാണെങ്കിൽ അത് മോശമാണല്ലോ. അപ്പോൾ പറയും എസ് വേർഡ് പറഞ്ഞു, എൻ വേർഡ് പറഞ്ഞു,
എന്ന് പറഞ്ഞിട്ട് അക്ഷരങ്ങൾ എ വേർഡ് പറഞ്ഞു ബി വേർഡ് പറഞ്ഞു എന്ന് ഒന്ന് പറയാറുണ്ട്. സുബ്ഹാനല്ലാഹ്. എല്ലാ ഭാഷയിലും മനുഷ്യൻ്റെ രഹസ്യഭാഗങ്ങളെ സൂചിപ്പിക്കുന്നത്, മനുഷ്യൻ്റെ സ്വകാര്യതകളെ സൂചിപ്പിക്കുന്നത്, ആൺ പെൺ സംസർഗത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ഇതൊക്കെയായിരിക്കും. കേട്ടാൽ ഉടനെ ഗ്രാസ്പ് ചെയ്യും കുട്ടികൾ. നമ്മളെ മലയാളികളൊക്കെ ഉണ്ട് അറബികൾക്ക് പച്ചയായ തോന്നിവാസം പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ആ അറബി ഇങ്ങനെ ലൈവിൽ വന്നിട്ട് ഇങ്ങനെ പറയാം, സാധുവിന് അറിയില്ല ഈ പറയണത് പറയാൻ പാടില്ലാത്ത വാക്കാണെന്ന്. അപ്പോൾ ഇപ്പുറത്ത് ചിരിക്കുന്നുണ്ടാവും, അർബാബ് പറയട്ടെ എന്നും പറഞ്ഞിട്ട്. ചെയ്യരുതത്. അങ്ങനെയൊന്നും തമാശകൾക്കൊക്കെ ചില നിയന്ത്രണങ്ങൾ വേണം എന്ന് ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ടതുണ്ട്. തമാശ എന്ന് പറയുമ്പോൾ അതിർവരമ്പുകളെ ലംഘിക്കരുത്. എനിക്ക് തോന്നുന്നു ഇത്തരം ഉണർത്തലുകളൊക്കെ എത്രയോ നേരത്തെ സജീവമായും സമൂഹത്തിൽ പണ്ഡിതന്മാർ ഇടപെട്ടുകൊണ്ട് ചെയ്യേണ്ടതായിരുന്നു. വളരെ വൈകിപ്പോയി. കുറേ ആളുകൾ അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല, കേൾക്കേണ്ടതില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ആഭാസം ഒരു കലയായി മാറ്റുന്ന ഒരു കാലഘട്ടത്താണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. ഹബീബായ നബി തങ്ങൾ പറയട്ടെ, ഇന്നല്ലാഹ യുബ്ഗിദു കുല്ല ജഅദരിൻ ജവാദ്. ജഅദരി ഉതീതു ജവാമിഅൽ കലിം. വാക്കുകളിൽ ഏറ്റവും അർത്ഥമേറിയ വാക്കുകൾ, അക്ഷരങ്ങൾ ചുരുങ്ങിയത്, ആശയങ്ങൾ വിശാലമായത്, അത്തരം വാക്കുകളെ എടുത്തു പറയാനുള്ളൊരു കഴിവ് അള്ളാഹു എനിക്ക് തന്നതാണെന്ന് പുണ്യനബി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽപ്പെട്ട ഒന്നാണിത്. ഇന്നല്ലാഹ യുബ്ഗിദു കുല്ല ജഅദരിൻ ജവാദ്. ജഅദരി. ഞാൻ ഈ ഹദീസ് കണ്ടപ്പോൾ പടച്ചോനെ എന്തായിരിക്കും ഈ ജഅദരി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്തായിരിക്കും? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നൊരു വാക്കല്ല. ജഅദരിൻ ജവാദ്. ഇന്നല്ലാഹ യുബ്ഗിദു കുല്ല ജഅദരിൻ ജവാദ് സഖാബിൻ ബിൽ അസ്വാഖ് ജീഫത്തിൻ ബിൽ ലൈൽ ഹിമാരിൻ ബിൻ നഹാർ ആലിമിൻ ബിദ്ദുനിയ ജാഹിലിൻ ബിൽ ആഖിറ. മുസ്ലിം ഉമ്മത്തിന്റെ അറിവില്ലായ്മയിലൂടെ സഞ്ചരിക്കുന്ന ഒരു തലമുറയുടെ ഒരു നേർചിത്രമാണോ ഹബീബി പറയുന്നത്? ഇന്നല്ലാഹ യുബ്ഗിദു. അല്ലാഹുവിന് ഇഷ്ടമല്ല, അല്ലാഹു ദേഷ്യം പിടിക്കുന്നുണ്ട്. ഇനി ശേഷം പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ അള്ളാന്റെ കോപമിറങ്ങുന്നുണ്ട്. ആ കോപമിറങ്ങിയാൽ ചുറ്റുവട്ടങ്ങളിൽ നിന്നും അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഇല്ലായ്മ ചെയ്യപ്പെട്ടു പോകുന്നത് കാണാം. ചുറ്റുവട്ടങ്ങളിൽ നിന്നും പുഞ്ചിരികൾ അസ്തമിക്കുന്നത് കാണാൻ കഴിയും. ചുറ്റുവട്ടങ്ങളിൽ നിന്നുമുള്ള വിളക്കുകൾ അണയുന്നത് കാണാൻ കഴിയും. എന്തേ? അല്ലാമുൽ ഗുയൂബായ അല്ലാഹുവിന്റെ ദേഷ്യം ഈ മനുഷ്യന്റെ തലയിൽ വന്ന് വീണിരിക്കുകയാണ്. ആരാണതെന്നറിയണ്ടേ? കുല്ല ജഅദരിൻ ജവാദ്. ജഅദരി എന്ന് പറയുന്നത് അൽ ഖലീദുൽ മുതകബ്ബിർ, പരുഷമായ പെരുമാറ്റമുള്ള, ഒരു നന്മയും അംഗീകരിക്കാൻ മനസ്സില്ലാത്ത ധിക്കാരികൾ. ആര് പറഞ്ഞു കൊടുത്താലും ആ പറഞ്ഞ ആൾക്കാരെ ട്രോളും, അവരെ കളിയാക്കും, അവരെ പരിഹസിക്കുക. നല്ലത് പറഞ്ഞു കൊടുത്താൽ അവരെ പരിഹസിക്കുക. അതൊരു കലയാണെന്ന് അപ്പത്തെ കാലത്ത് അതൊരു കലയാണ്. ആർക്കും ആരെയും ഉപദേശിക്കേണ്ട എന്ന് തോന്നുന്നൊരു കാലം. മുസ്ലിമീങ്ങളോടാണ് ഞാൻ പറയണത്. അതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കിയ വേറെല്ലൊന്നും കത്തിമോലെടുത്ത് വരാൻ നിൽക്കേണ്ട. ഞാൻ എൻ്റെ സമൂഹത്തോടാണ് പറയണത്. നമുക്കൊരു ഡിസിപ്ലിൻ വേണം. മുസ്ലിമീങ്ങൾക്ക് ഡിസിപ്ലിൻ വേണം. മുസ്ലിം നാമം വെച്ചിട്ട് ID ഉണ്ടാക്കി ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ടിക്ടോക്കിലും എവിടൊക്കെയാണോ, യൂട്യൂബിലാണോ മുസ്ലിം ഉമ്മത്തിൻ്റെ പ്രതിനിധികളായി മനസ്സിലാക്കപ്പെടാൻ ഇടയുള്ളവർ, അവർ ഒരു ഡിസിപ്ലിൻ, ഒരു മാനർ, സം എറ്റിക്കറ്റ്സ് ഷുഡ് ബി ഫോളോഡ്. നിർബന്ധമാണ് ഈ ഉമ്മത്തിന് വിചാരിച്ച്. നമ്മളൊരു സംസ്കാരത്തിൻ്റെ ആളുകളാണ്. നമ്മൾ തോന്നിയത് പെൺകുട്ടികൾ നല്ല ഹിജാബ് കിട്ടുന്നുണ്ടാവും, തലമറച്ചിട്ടുണ്ട്, ഒരു യൂട്യൂബറാണ്, എന്നിട്ട് ബോഡി മൊത്തം എക്സ്പോസ്ഡ് ആണ്. വാക്കുകൾ അസഭ്യമായത് പറയാ, വ്യഭിചാരത്തെ സൂചിപ്പിക്കുന്ന ടാബൂസ്. എന്ത് സംസ്കാരമാണ് പടച്ചവനെ! എന്ത് ഹിജാബികളാണ് ഈ കുട്ടികൾ! അവർ കാണിച്ചു കൂട്ടുന്ന ചില ഡാൻസുകൾ, ചില പെർഫോമൻസ് ദീനിനോ അവർ കൊണ്ടു നടക്കുന്ന സംസ്കാരത്തിനോ വേഷവിധാനത്തിനോ പോലും യോജിക്കുന്നതാണോ എന്ന് പൊന്നുമക്കളെ ഒന്ന് ആലോചിച്ച് ചെയ്യണേ. ദയവ് ചെയ്ത്
ദയവ് ചെയ്ത് പുണ്യ നബിയുടെ ഉമ്മത്തികളായി നാളെ ഹബീബിനോട് ഷഫാഅത്ത് ഇരന്നു വാങ്ങേണ്ടവരാണ് നമ്മൾ. ഹബീബിന്റെ അരികത്ത് ചെന്ന് പുണ്യ നബിയെ ഇശ്ഫഇല്ലാഹ ലനാ, ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് മാപ്പിനെ ചോദിക്കണേ എന്ന് ഹബീബിനോട് ഷഫാഅത്ത് ചോദിക്കേണ്ട ആളുകളായിരിക്കും നമ്മൾ. നമ്മൾ ഇന്നഹു ലൻ യുദ്ഖില അഹദകുമുൽ ജന്നത അമലുഹു, നിങ്ങളിൽ ആരുടെയെങ്കിലും ചെയ്ത നിസ്കാരമോ നോമ്പോ ഹജ്ജോ ദാനമോ നിങ്ങൾ കൊടുത്ത പാട്ടപ്പിരിവിന് വരുമ്പോൾ ബക്കറ്റിലിട്ട് കൊടുക്കുന്നത്, ദാനം ചെയ്തു കൊടുക്കുന്ന നിങ്ങളുടെ ഈ സംഭാവനകളെ കൊണ്ട് നിങ്ങൾക്ക് നാളെ രക്ഷപ്പെടാം, സ്വർഗം കിട്ടും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. പിന്നെയോ? അപ്പൊ അവര് ചോദിച്ചു, നബിയെ വലാ അൻത യാ റസൂലല്ലാഹ്, നബിയെ അങ്ങയും അങ്ങനെ തന്നെയാണോ? പറഞ്ഞു, വലാ അന ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി, അല്ലാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് എന്നെ അങ്ങ് പൊതിഞ്ഞാലല്ലാതെ എനിക്കും എൻ്റെ കർമ്മങ്ങളെ കൊണ്ട് രക്ഷപ്പെടുക സാധ്യമല്ല. പിന്നെയോ? അല്ലാഹുവിൻ്റെ ഔദാര്യം വേണം. ഔദാര്യം കിട്ടണമെങ്കിൽ അല്ലാഹ് പറഞ്ഞ പോലെ ദുനിയാവിൽ ജീവിക്കണം. അപ്പം അതിന് ദാനം ചെയ്യണം, നിസ്കരിക്കണം, മറ്റുള്ളവരെ സഹായിക്കണം, സമൂഹത്തെ സേവിക്കണം, ഇൽമിനും അമലിനും പ്രാധാന്യം കൊടുക്കണം. അത് ചെയ്യുന്നിടത്തെ അള്ളാഹുവിൻ്റെ ഔദാര്യം ലഭിക്കും. നമ്മുടെ കർമ്മങ്ങളെ കൊണ്ട് രക്ഷപ്പെടുക സാധ്യമല്ലെന്നാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല റബ്ബുൽ ഇസ്സത്തായ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഹബീബിൻ്റെ ഷഫാഅത്ത് നമ്മൾ ചോദിച്ച് യാചിച്ചു വാങ്ങിക്കേണ്ടവരാണ്. ആ പേര് വെച്ച് നടക്കുമ്പോഴേ. അതുകൊണ്ട് എൻ്റെ പ്രിയങ്കരരായ സോഷ്യൽ മീഡിയയിൽ പെരുമാറുന്ന ആളുകൾ ദയവ് ചെയ്ത് അത്തരം ചില എറ്റിക്കറ്റുകൾ നമ്മൾ പാലിക്കുക. നമ്മൾ ഓരോരുത്തരും പാലിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ബോധ്യത്തോടുകൂടെ ദീനിന്, പുണ്യനിബിധങ്ങളുടെ നമുക്ക് പഠിപ്പിച്ചെന്ന സംസ്കാരത്തിന് വിരുദ്ധമായ രീതിയിൽ കല എന്ന ഒരു ലേബലിൻ്റെ അകത്ത് നിന്നുകൊണ്ട് മാത്രം നമ്മൾ വ്യൂവേഴ്സിനെ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെ സമ്പാദിക്കാനുള്ള ഈ ശ്രമം അത് വളരെ ബലഹീനമാണ്. അത് ചെയ്യരുത്. പുണ്യനബി ഞങ്ങൾ പറയാൻ, അള്ളാഹുവിന് ദേഷ്യമാണ്. പടച്ചവൻ ദേഷ്യം പിടിച്ചാൽ പിന്നെ എന്ത് കിട്ടാനാണ്? മാദാ ഹസല മല്ലം യഹ്സുലില്ലാഹ്, അള്ളാഹുവിനെ കിട്ടാത്തവന് എന്താ കിട്ടിയത്? മാദാ ഖസിറ മൻ ഹസലല്ലാഹ്, അള്ളാഹുവിനെ കിട്ടിയവന് എന്ത് നഷ്ടം അവിടെ സംഭവിച്ചത്? അള്ളാഹുവിന് കിട്ടുക തന്നെയല്ലേ വലുത്. അത് കിട്ടിയവന് ഇനി എന്ത് നഷ്ടമെങ്കിൽ എന്താ? അവൻ എന്ത് നഷ്ടം സംഭവിച്ചത്? ഒന്നും സംഭവിച്ചിട്ടില്ല. റബ്ബിനെ കിട്ടിയില്ല, വ്യൂവേഴ്സിന്റെ ഫോളോവേഴ്സിന്റെ എന്ത് കിട്ടി? മാദാ ഹസല മൻ ഖസിറല്ലാഹ്, what have you learned, what have you earned when you lost Allah? അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. അള്ളാഹുവിന് ദേഷ്യമാണ്. കുല്ല ജഅദുരീൻ ജവാദ്, നന്മ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കാതെ കൊഞ്ഞനം കാണിക്കുന്ന അഹങ്കാരിക്കാണ് ജഅദുരി എന്ന് പറയുന്നത്. നല്ലത് പറഞ്ഞു കൊടുത്താൽ കേൾക്കും, അത് കളിയാക്കുക, അതിനെ ട്രോൾ ചെയ്യുക. ജവാദ്, ജവാദ് എന്ന് പറയുമ്പോൾ വാരിക്കോരി കൂട്ടണം എന്ന് ചിന്തിക്കുകയും തൻ്റെ കയ്യിൽ നിന്ന് ഒന്നും ദാനമായി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന അറുപിശുക്കന്മാർ, അവരാണ് ജവാദ്. അവരെല്ലാവരും അവനവൻ്റേത് എനിക്ക് 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 എന്ന് പറയും. അവരിൽ നിന്ന് ആർക്കും ഒന്നും കൊടുക്കില്ല. അങ്ങനത്തെവർ അല്ലാഹുവിൻ്റെ ദേഷ്യം വരും. അവരുടെ കച്ചവടം തകരും. അവരുടെ മനക്കോട്ടകൾ ഇടിഞ്ഞു പൊളിയും. എന്തേ? അള്ളാഹുവിൻ്റെ കോപം അവരിൽ സംഭവിച്ചിരിക്കുകയാണ്. പിന്നെ പറഞ്ഞു, സ്വഹാബിൻ ബിൽ അസ്വാഖ്, അങ്ങാടികളിൽ ഒച്ച വെച്ച് സംസാരിക്കുന്ന ആളുകൾ. ഇത് പുരുഷന്മാരെ കുറിച്ചേ പറഞ്ഞത്. അത് പെണ്ണുങ്ങൾ കൂടെ ഏറ്റെടുത്ത എന്തായിരിക്കും അവസ്ഥ? ഒച്ച വെച്ച് ചിരിക്കുക, ഒച്ച വെച്ചിട്ട് ആർത്ത് തിമർത്ത് ഉല്ലസിക്കുക, അതും ക്യാമറ വെച്ചിട്ട് റെക്കോർഡ് ചെയ്തിട്ട് അത് ഡാൻസ് കളിച്ചിട്ടും അല്ലാതെയും. മുസ്ലിം ഉമ്മത്തിലെ പെൺകുട്ടികളോടെ പറയണം കേട്ടോ, അല്ല സ്വതന്ത്രവാദികളൊന്നും എണീറ്റ് വരണ്ട, നിങ്ങളവിടെ കിടന്നോളൂ. നിങ്ങളോടല്ല പറയുന്നത്, മുസ്ലിം ഉമ്മത്തിലെ പെൺകുട്ടികളോട് പറയാം. അവർ ഹിജാബ് ധരിച്ചിട്ടുണ്ട്, നല്ല അച്ചടക്കമുള്ള വേഷവിധാനമാണ്, ചെയ്യുന്ന പണി ഈ ദീനിൻ്റെ സംസ്കാരത്തിനോട്, പുണ്യനബി തങ്ങൾ പറഞ്ഞ അധ്യാപനത്തോട് യോജിക്കുന്നില്ല. തിരുത്തണ്ടേ? നമ്മൾ തിരുത്താൻ തയ്യാറല്ലാത്തവരെയാണ് ജഅദുരി എന്ന് പറയുന്നത്. പുരുഷന്മാരോട് പറയാ, അങ്ങാടികളിൽ ഒച്ച വെച്ച് സംസാരിക്കരുത്. സൂപ്പർ മാർക്കറ്റിലാണ്, ഒരു ഷോപ്പിൽ കയറാൻ, കച്ചവടം നടക്കുന്നിടത്താണ് ബഹളം വെച്ച് സംസാരിക്കുക, അത് ചെയ്യരുത്. മനുഷ്യൻ എപ്പോഴും സോഫ്റ്റ് ടോക്ക്, സൗമ്യമായി സംസാരിക്കാൻ പഠിക്കണമെന്നാണ്.
ബഹളം വെച്ച് നടക്കുന്ന ആൾക്കാരുണ്ടാവും. ഒരു രാവിലെ വൈകുന്നേരം വഴിക്ക് ഒരു സൗണ്ടൊക്കെ പോയിട്ടുണ്ടാവും. എന്ത് വെറുതെ ഒച്ചപ്പാടുണ്ടാക്കി നടക്കുക, ഒരു പണിയില്ല. സ്വഹാബിംബിൽ അസ്വാഖ്, അങ്ങാടികളിൽ ബഹളം വെച്ച് സംസാരിക്കരുത് എന്ന് പറയുമ്പോൾ അത് ഷോപ്പിംഗ് മാളുകളാണെങ്കിലും മാർക്കറ്റുകളാണെങ്കിലും മിഠായി തെരുവാണെങ്കിലും ഹലുവ തെരുവാണെങ്കിലും എവിടെയാണെങ്കിലും ആണും പെണ്ണും മിതമായ ശബ്ദത്തിലെ പൊതുസ്ഥലങ്ങളിൽ സംസാരിക്കാവൂ എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഇസ്ലാമിൽ എന്ത് നന്മ വഹിക്കുന്നവർ ഇതൊക്കെ നന്മ തന്നെയല്ലേ ഈ പറയുന്നത്. സംസ്കാരം. നമ്മൾ പടിഞ്ഞാറൻ നാടുകൾ അവരുടേതായ സാംസ്കാരിക ച്യുതി അതിൽ കൂപ്പുകുത്തി നിൽക്കുന്നവരാണ്. എന്നാലും ചില നന്മകൾ, ചില നല്ല സ്വഭാവങ്ങൾ അവരിൽ കാണപ്പെടുന്നു. നമ്മൾ സ്വീകരിക്കണം. ഒന്നും ഉറക്കെ സംസാരിക്കൂല. ഞാൻ എൻ്റെ കൂട്ടുകാരനും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴേ, നമ്മൾ മലയാളികൾ കണ്ടുമുട്ടുമ്പോൾ യൂറോപ്പിലോ ഞങ്ങൾ ലണ്ടൻ ടു സ്കോട്ട്ലൻഡ് യാത്രയിലായിരുന്നു. അപ്പോൾ ട്രെയിനിൽ നമ്മൾ അധികം ആൾക്കാർ ക്യാബിനിൽ ഞങ്ങൾ കുറച്ച് ആളുകളേ ഉള്ളൂ, അപ്പുറത്തേക്ക് ആളുകളുള്ളത്. അപ്പം ഞങ്ങളിത് നാട്ടിലത്തെ കഥയും പട്ടാമ്പിയിലെ കഥയും അങ്ങനെ നാട്ടിലെ പരിസരത്തുള്ള അവരുടെ നാട്ടിലെ കഥയും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാനും എൻ്റെ കൂടെയുള്ള എൻ്റെ സുഹൃത്ത് ഞങ്ങളിങ്ങനെ സംസാരിച്ച് കത്തി 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 നമ്മളുടെ ഈ മലയാളികളുടെ ഭാഷ തന്നെ ഒരു ശബ്ദമുള്ള ഭാഷയാണ്. നമ്മുടെ അക്ഷരങ്ങൾ തന്നെ അങ്ങനെയാണ്. മലയാള ഭാഷ തന്നെ ഒരു ശബ്ദമുള്ള ഭാഷയാണ്. ഞങ്ങൾ അറബികളിൽ പോയി അവർ പെട്ടെന്ന് നോക്കും ആരെയും മലബാരി. അപ്പം എന്തേ നമ്മുടെ ആ ഒരു ശബ്ദവും നമ്മുടെ ഭാഷയും അതറിയാത്ത ആളുകൾക്ക് വലിയ അരോചകമായിരിക്കും. അത് നമുക്കും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാത്തൊരു ഭാഷ ഉറക്ക ഒരാൾ അടുത്തുനിന്ന് സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സായിപ്പ് എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, പിന്നെ ദിസ് ഇസ് എ ക്വയറ്റ് സോൺ, ക്യാൻ യു ബിലീവ് ക്വയറ്റ്? അപ്പം ഞാൻ ആകെ തലതാഴ്ത്തിപ്പോയി. അപ്പം എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഞാൻ പരിസരം മറന്നുപോയി, നമ്മൾ അധികം കുറച്ച് ഒച്ചയിലാണ് സംസാരിച്ചെന്ന് ഇപ്പോഴാണ് തോന്നുന്നത്. ആ സായിപ്പ് അവിടെ കുറച്ച് ദൂരെ ഇരിക്കുകയാണ്. അയാൾ വന്നിട്ട് പറയാണ്, ഇത് മെല്ലെ സംസാരിക്കേണ്ട സ്ഥലമാണ്, ഇതൊന്ന് മെല്ലെ സംസാരിച്ചൂടെ എന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പോഴറിയണത് നമ്മൾ ഉറക്കെ പറയണത്, നമുക്ക് തോന്നിയിട്ടില്ല. ലോക്കൽ സൗണ്ടിലായി പറയണത്. ബഹളം വെക്കുന്നല്ല, ട്രെയിനിലല്ലേ, 4 മണിക്കൂർ ട്രെയിനിലാണ്. അപ്പോൾ സുബ്ഹാനല്ലാഹ്, നമ്മൾ ഒരു പൊതുസ്ഥലത്ത് മെല്ലെ സംസാരിക്കാവൂ എന്ന് പഠിപ്പിച്ച ഒരു സംസ്കാരം നമുക്കുണ്ട്. സ്വഹാബിൻ ബിൽ അസ്വാ. ഇത് എന്നാണെന്നറിയോ? റുക്കാദ് മേളയിലും മക്കയിലെ സൂഖ് ദീ മജാസിലുമൊക്കെ അന്നത്തെ അറബികൾ ബഹളം വെച്ച് കച്ചവടം ചെയ്യുന്ന കാലത്ത് നബി തങ്ങൾ പറഞ്ഞ വാക്ക, അങ്ങാടികളിൽ ബഹളം വെക്കരുത്. അന്ന് ബഹളം വെക്കലൊരു കൾച്ചറാണ്. റുക്കാദ് മേളകൾ എന്ന് പറയുന്നത് കവികൾ ഒത്തുകൂടുന്ന വലിയ മഹാസംഗമങ്ങളാണ്. അവിടെ വെച്ചാണ് വലിയ വലിയ കവിതകൾ അവതരിപ്പിക്കപ്പെടുന്നത്. അതിൽ സെലക്ട് ചെയ്യപ്പെടുന്ന കവിതകളാ കഅബാലയത്തിന്റെ ഉള്ളിൽ കൊണ്ടുപോയി അവർ തൂക്കി വെക്കുന്നത്. അതിനെയാണ് മുഅല്ലഖാത്തുകൾ എന്ന് വിളിക്കപ്പെട്ടത്. പുണ്യനബി നുബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പത്തെ കാലഘട്ടം. അന്ന് പറഞ്ഞു സ്വഹാബിൻ ബിൽ അസ്വാഖ്, അല്ലാഹുവിന് ഇഷ്ടമല്ല പൊതുസ്ഥലങ്ങളിൽ ഒച്ച വെച്ച് സംസാരിക്കുന്നവർ. അത് ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ഫ്ലൈറ്റിലാണെങ്കിലും പൊതുജനങ്ങൾ കൂടുന്നിടത്ത് നമ്മൾ ഒച്ച വെച്ച് സംസാരിക്കരുത്. ഇതൊരു കൾച്ചറാണ്. അത് മറ്റു സമുദായങ്ങളിൽ നിന്ന്, മറ്റു രാജ്യക്കാരിൽ നിന്ന് നമുക്ക് കണ്ടുപഠിക്കേണ്ട ഒരു നല്ല കാര്യം. നമുക്കൊരുപാട് നന്മകളുണ്ട്, എന്നാൽ നമുക്ക് ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ നല്ലത് സ്വീകരിക്കുക, അല്ലാത്ത ഒഴിവാക്കാം. സ്വഹാബിൻ ബിൽ അസ്വാഖ്. അത്തരം ആളുകളിൽ നിന്ന് അള്ളാഹു ബറക്കത്ത് എടുത്തു കളയുന്നത് കാണാൻ കഴിയും. എന്തേ? അള്ളാഹു അവരോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണെന്ന്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പറഞ്ഞു, ജീഫത്തിൻ ബില്ലൈൽ ഹിമാരിൻ ബിന്നഹാർ. ജീഫത്തിൻ ബില്ലൈൽ, രാത്രി കിടന്നുറങ്ങാൻ ചെന്നാൽ ഒരു ശവമായി കിടക്കുന്നവർ. അതിനർത്ഥം എന്താണെന്നറിയോ? രാത്രി എഴുന്നേറ്റ് തഹജ്ജുദിനോ സുബഹിക്കോ എഴുന്നേൽക്കാത്ത ആളുകൾ എന്നാണ് പറഞ്ഞതിനർത്ഥം. ശവം കിടക്കണ പോലെ ജീവനില്ലാട്ടൊരു കിടത്തുണ്ട്. ആളുകൾ പറയില്ലേ, ഉച്ചയ്ക്ക് 2 മണിക്ക് എണീക്കല്. അങ്ങനെ എണീറ്റില്ല എന്ന് കണ്ടപ്പോൾ തുറന്നു നോക്കുമ്പോഴാണ് ഞങ്ങളത് അറിഞ്ഞത്, സംഗതി ജീവൻ പോയിട്ടുണ്ട്. അങ്ങനെ പറയാറില്ലേ? എന്തേ? നോൺ സ്റ്റോപ്പ് ഉറക്ക്. രാത്രിയിലെ ടർഫും കളിയും മാച്ചും ഫുട്ബോളും കഴിഞ്ഞ് വരുന്ന കിടക്കുന്നത് 3 മണി, 4 മണി 4:30 സുബഹിൻ്റെ സമയമായി തുടങ്ങി. അപ്പോൾ പൊറാട്ടയും ബീഫും അടിച്ചിട്ടാണ് വന്ന് കിടക്കണത്. പിന്നെ എപ്പോഴും എഴുന്നേൽക്കുക? അസറിനും മഗ്‌രിബിനും അല്ലാണ്ട്.
കളിക്കാൻ പോകും, നമ്മൾ കളിച്ച് കുറേ കാലറി ബേൺ ചെയ്യും, നല്ല കിതച്ച് ഓടി മണിക്കൂറുകളോളം ഒരുപാട് കാലറി ബേൺ ചെയ്ത് ഫാറ്റൊക്കെ ബേൺ ചെയ്ത് നല്ല തടിയായി വെച്ച് വല്ല വെള്ളമോ ജ്യൂസോ കുടിച്ച് കിടന്നാൽ മതി. എന്നിട്ട് പോയിട്ട് നമ്മളെ തെരുവ് കച്ചവടങ്ങളിൽ പോയിട്ട് നല്ല പൊറാട്ടയും ബീഫ് അടിച്ച് വരിക. എന്ത് കാര്യം ഉണ്ടായി? എന്തിനാ കളിക്കാൻ പോയത്? എന്നിട്ട് ശവമായിട്ട് കിടക്കുക. സംസ്കാരമുണ്ടോ? ഇല്ല. കളിയുണ്ട്, അതിന് പേയ്മെൻറ്റ് കൊടുത്തതല്ലേ ടർഫിന്, പോയി കളിക്കണം. ഇതിന് പിന്നെ പേയ്മെൻറ്റ് ഇപ്പോൾ കിട്ടൂലല്ലോ, അവിടെ നിന്ന് കിട്ടുന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അവിടെ കിടക്കട്ടെ. ജീഫത്തിൻ ബില്ലൈൽ, രാത്രി ശവമായി കിടക്കുന്നവർ, ആ വീട്ടിൽ നിന്ന് ബറക്കത്ത് അല്ലാഹു എടുത്തു കളയും. അതവൻ്റെ ജോലിയിലും അവൻ്റെ കച്ചവടത്തിലും കണ്ടു തുടങ്ങും, അവൻ്റെ വീടിനും അവൻ്റെ മക്കളിലും അത് കണ്ടു തുടങ്ങും. ജീഫത്തിൻ ബില്ലൈൽ. പിന്നെ പറഞ്ഞു ഹിമാരിൻ ബിന്നഹാർ, അള്ളാഹുവിന് വെറുപ്പുള്ള ആളുകളാണത്രേ, അള്ളാഹ്ക്ക് ദേഷ്യമാണ് എന്ന്. ഹിമാരിൻ ബിന്നഹാർ, പകലിൽ കഴുതകളെപ്പോലെ നടക്കുക, ഒരു ലക്ഷ്യമില്ലാതെ അലസമായിട്ട് ഇങ്ങനെ നടക്കുക. അതന്നെ ഒരു ലക്ഷ്യം, ഒരു കാര്യമായിട്ട് എന്താ പണി? ഒരു പണിയില്ല. റോഡിൽ അവർ വണ്ടി ബൈക്കോ കാറോ എടുത്തവർ വണ്ടി റോഡിൽ ഇറങ്ങിയോ ലോകത്തെ വലിയ തിരക്കുള്ള ആളുകൾ അവരാണ്. ആ വണ്ടി നിർത്തിയിട്ട് എന്തെങ്കിലും പണിയുണ്ടോ? ഒരു പണിയില്ല. റോഡിലൂടെ പറപ്പിച്ച് മനുഷ്യന്മാരൊക്കെ ഇടങ്ങേറാക്കി ഹോണടിച്ചും ഓവർടേക്ക് ചെയ്തും പോയിട്ട് വല്ല ജ്യൂസ് കടൻ്റെ മുമ്പിലും പോയിട്ട് ജ്യൂസും കുടിച്ച് ഇങ്ങനെ ഇരിക്കുക. പടച്ചിറങ്ങി വല്ല പോലീസ് സ്റ്റേഷനിലോ വല്ല ആശുപത്രിക്കോ അല്ല എയർപോർട്ടിലേക്കോ ട്രെയിൻ പിടിക്കാനോ പോവുക, ഒന്നുമല്ല, വെറുതെ തിരക്ക് കാണിക്കുക. ഹിമാരിൻ ബിന്നഹാർ, ലക്ഷ്യബോധമില്ലാതെ മൃഗങ്ങളെപ്പോലെയുള്ള ജീവിതം. അത്തരം ആളുകൾ അല്ലാഹുവിന് വെറുപ്പാണ്. പുണ്യനബി ഞങ്ങൾ പറയാം, ഒരു ജോലി അവർക്ക് ചെയ്യാനില്ല, ഒരു ലക്ഷ്യബോധമില്ല, പഠനവും ഇല്ല, ഇങ്ങനെ നടക്കുന്ന ആളുകൾ. പിന്നെ പറഞ്ഞു ആലിമിൻ ബിദ്ദുനിയാ ജാഹിലിൻ ബിൽആഖിറ. എന്തൊരു മനോഹരമായ വാക്ക്! ആലിമിൻ ബിദ്ദുനിയാ, ദുനിയാവിൻ്റെ ഭൗതികതയെക്കുറിച്ച് എല്ലാം അവർക്കറിയാം. ജാഹിലിൻ ബിൽആഖിറ, പരലോകത്തിൻ്റെ ഒരു വിവരവും അവർക്കില്ല. മൊബൈൽ ഫോൺ കൊടുത്താൽ നന്നാക്കി തരും, ലോക്ക് ചെയ്ത് അൺലോക്ക് ആക്കി തരും, ജാമായാൽ അവർ റെഡിയാക്കി തരും. എന്ത് കൊടുത്താലും അവർക്കത് റെഡിയാക്കി തരാൻ പറ്റും. ഭയങ്കര ഇൽമ, നെറ്റ്വർക്കും സോഫ്റ്റ്വെയറും ഒക്കെ ഉണ്ട്. ജാഹിലിൻ ബിൽ ആഖിറ. എങ്ങനെയാ വിത്രിസ്കരിക്കേണ്ടത് അറിയില്ല. ദുഹാ നിസ്കാരം എത്രയാ അറിയില്ല. അത്തഹിയാത്ത് എങ്ങനെ മുഴുവൻ ഓതാ പഠിച്ചിട്ടില്ല. കുനൂത്ത് അറിയോ? അതും അറിയില്ല. നന്മകളൊന്നും ആഖിറവുമായി ബന്ധപ്പെട്ട ഒരു ഇൽമുമില്ല. പക്ഷെ ദുന്യാവുമായി ബന്ധപ്പെട്ട എല്ലാ ഇൽമും പെർഫെക്റ്റ് ആണ്. ലോകത്തെ മാഞ്ചസ്റ്റർ സിറ്റി കളിക്കാരാരാ? അവരുടെ പേര്, അവരുടെ നാടും അവരുടെ ഗോളും അവരുടെ റെക്കോർഡുകളും എല്ലാം ഹിഫ്ള. ബദരീങ്ങളിൽ എത്ര ശുഹദാക്കളുണ്ട്? അംബിയാ മുർസലികളിൽ എത്ര മുർസലീങ്ങൾ, ഉലുൽ അസ്മുകൾ ആരാ? അതൊന്നും പഠിച്ചിട്ടില്ല. ദുനിയാവിൻ്റെ എല്ലാ ഇൽമുണ്ട്, ആഖിറത്തിൻ്റെ ഇൽമില്ലാത്തവർ അള്ളാഹുവിനവരെ ദേഷ്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ദീനീ വിദ്യാഭ്യാസം കൊടുക്കാതെ ഭൗതിക വിദ്യാഭ്യാസം മാത്രം നൽകിയാൽ അള്ളാഹുവിൻ്റെ കോപം അവരിൽ വന്നു ഭവിക്കുന്ന, പിന്നെ അവരിൽ നിന്ന് എന്ത് ഖൈറാ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അള്ളാഹിൻ്റെ ദേഷ്യം സമ്പാദിച്ചു, ആഖിറത്തിന് ഉപകാരപ്പെടുന്ന ഒരു ഇൽമും അവർ പഠിപ്പിച്ചില്ല, നിങ്ങൾ അവർക്ക് പഠിക്കാൻ അവസരം കൊടുത്തില്ല. അള്ളാഹു ഇന്നല്ലാഹ യുബ്ഗിദു കുല്ല ജഅ്ദുരിൻ ജവാദ് സഖാബിൻ ബിൽ അസ്വാഖ് ജീഫത്തിൻ ബിൽ ലൈലി ഹിമാരിൻ ബിൻ നഹാർ ആലിമിൻ ബിദ്ദുനിയാ ജാഹിലിൻ ബിൽ ആഖിറ. അള്ളാഹുവിന് ദേഷ്യമാണ് കുല്ല ജഅ്ദുരിൻ, അഹങ്കാരത്തോടുകൂടെ നന്മകളെ നിരസിച്ചു കളയുന്ന ആളുകൾ. അവർക്ക് മുത്തക്കബ്ബിർ എന്ന് പറയാം, പരുഷ സ്വഭാവമുള്ളവർ. ജവാലിൻ, വാരിക്കോരിക്കൂട്ടണം, പണമുണ്ടാക്കണം എന്ന് മാത്രം ചിന്തിക്കുന്ന പിശുക്കന്മാർ, ഒരു നന്മക്കും കൊടുക്കാതെ വെക്കുന്ന ആളുകൾ. അത്തരക്കാർ അള്ളാഹുവിന് ദേഷ്യമാണ്. രാത്രിയിൽ ശവം കണക്കെ ഉറങ്ങുന്നവർ, പകലിൽ കഴുതയെപ്പോലെ ലക്ഷ്യബോധമില്ലാതെ നടക്കുന്നവർ. ഭൗതിക ജ്ഞാനം എമ്പാടുമുണ്ട്, ആഖിറത്തിന്റെ ജ്ഞാനം ഒന്നുമില്ലാത്തവർ, ഇവരെയെല്ലാം അള്ളാഹുവിന് വെറുപ്പാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ സ്വഹാബിൻ ബിൽ അസ്വാഖ്, അങ്ങാടികളിൽ ഒച്ച വെച്ച് സംസാരിക്കുന്നത് പോലും അള്ളാഹുവിൻ്റെ ഹബീബിന് ഇഷ്ടമല്ല, അതുപോലും ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ അതിപ്പോ നല്ല കാര്യം പറയാനോ അല്ലെങ്കിൽ ഹലാലായ വാക്കുകളോ ആയിരിക്കും ഉറക്കെ പറയുന്നത്, മോശപ്പെട്ട വാക്കിനെ കുറിച്ചല്ല പറഞ്ഞത്. അതോ എന്തായാലും പാടില്ലെന്നാൽ
ആക്ഷേപങ്ങൾ, തോന്നിവാസം തോന്നിപ്പിക്കുന്ന അസഭ്യ വാക്കുകൾ ഒരിക്കലും പാടില്ല. പുണ്യനബി പറയുകയാണ്, സിബാബുൽ മുസ്ലിമി ഫുസൂഖ്, മുസ്ലിമായ ഒരു മനുഷ്യനെ, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന അല്ലാഹുവിൻ്റെ തൗഹീദിൻ്റെ പതാകയ്ക്ക് കീഴിൽ അണിനിരന്ന മനുഷ്യരിൽപ്പെട്ട ഏതെങ്കിലും ഒരാളെ നിങ്ങൾ മോശമായി പറയുന്നത് ഫുസൂഖുൻ, അല്ലാഹു നിങ്ങളെ ഫാസിഖ് എന്ന് മുദ്രണം ചെയ്യും, മുദ്രകുത്തും. ഫാസിഖ് എന്നാ പറയാ. ഫാസിഖ് എന്ന് പറഞ്ഞാൽ അവർ മാസം കണ്ടെന്ന് പറഞ്ഞാൽ അവരെ സ്വീകരിക്കാൻ പറ്റൂല. നിക്കാഹിന് സാക്ഷിയായാൽ പറ്റൂല. കോടതിക്ക് മുമ്പ് സാക്ഷി പറയാൻ കൊണ്ട് ഫാസിഖിനെ പറ്റൂല. എന്തുകൊണ്ട് പറ്റൂല? മുസ്ലിമായ ഒരു മനുഷ്യനെ ചീത്ത പറയുന്ന ആളാണ്. അവൻ്റെ അക്കൗണ്ട് കാര്യം മനസ്സിലാവും, അവൻ്റെ സ്വഭാവം എന്താണെന്ന്, അവൻ വരുന്ന കമൻ്റ് എന്താണ്, അവരുണ്ടാക്കുന്ന എന്തൊരു മനോഹരമായിട്ട് എഴുതാന്നറിയോ, ഭയങ്കര രസമുള്ള എഴുത്താണ്. കഥയും കവിതയും താളവും മേളവും ഉദാഹരണങ്ങളും ഇതൊക്കെ നിരത്തി വെച്ച് പഴയ കഥകളും മറ്റും പറഞ്ഞതും ഇയാൾ പറഞ്ഞതും നേരത്തെ ഉണ്ടായതും മുമ്പുണ്ടായതും ഒക്കെ പറഞ്ഞിട്ട് കലക്കി കുത്തിയിട്ട് ഒരു ഫിത്തിനയുടെ ഒരു വിളമ്പൽ ഫാസിഖാവുന്ന പുണ്യനബി പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നമുക്ക് എന്ത് ദീനീ പ്രവർത്തനം ചെയ്യാനാ? നല്ല കാര്യമുണ്ട്. പിശാച്ച് നമ്മളെ വഴിപഴപ്പിക്കല്ലേ, നമ്മൾ അറിയുന്ന പോലുമില്ല, നമ്മൾ ആവേശത്തിലാണ്. പിശാച്ച് നമ്മുടെ അമലുകളൊക്കെ ചോർത്തിക്കളഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നമ്മൾ എഴുതി വെച്ച ചില വാക്കുകൾ ഒരു മുസ്ലിമിനെ അത് കഴിഞ്ഞിട്ടല്ലേ മുത്തഅല്ലിമും ആലിമും സയ്യിദും തങ്ങളൊക്കെ ആവുന്നത്. ഒരു മുസ്ലിമായൊരു മനുഷ്യൻ, ഒരു സാധാരണക്കാരൻ, അയാളുടെ ദേഹത്തെ, അയാളുടെ അഭിമാനം, അയാളിത് കേട്ടാൽ വേദനിക്കുമോ അത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫാസിഖാണ് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഗൗരവമുണ്ട് മുഅ്മിനീങ്ങളെ. നമ്മൾ എന്തിനാ ഈ ലാഘവത്തോടുകൂടി ഇതിനൊക്കെ കാണുന്നത്? ദഅവത്ത് എന്ന് പറഞ്ഞിട്ടോ ദീനീ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടോ ഒന്നുപോലും നമുക്കിത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. സിബാബുൽ സാബ് മുഅ്മിനിൻ കൽ മുശ്രിഫി അലൽ ഹലക, മുസ്ലിമായ ഒരു മനുഷ്യനെ ചീത്ത വിളിക്കുന്ന ആള് ഒരു കുഴിയിലേക്ക് വീഴാൻ പോകുന്നവനെ പോലെയാണ്. അവൻ വീഴുന്നത് അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ കുഴിയിലേക്കാണെന്ന് മാത്രം. ഹബീബാ നബി തങ്ങൾ എത്ര ഗൗരവത്തിലാണ് പലിശയെക്കുറിച്ച് പറഞ്ഞത് അറിയാലോ. പലിശയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളൊക്കെ കേൾക്കാറില്ലേ? പലിശകളിൽ ഏറ്റവും ചെറിയ പലിശ പോലും സ്വന്തത്തിന് ജന്മം തന്ന ഉമ്മയുമായി വ്യഭിചാരം ചെയ്യുന്നതിന് തുല്യമാണെന്ന് വരെ ഹദീസിലുണ്ട്. എന്നിട്ട് ഞങ്ങൾ പറയാം, ആ തരത്തിൽ ഗൗരവമുള്ള അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച പലിശ ഇടപാടുകളിൽ ഏറ്റവും മോശപ്പെട്ട പലിശ ഏതാണെന്നറിയുമോ? ഏതാ? അർബർ റിബാ ശത്മുൽ അറാദ്. അർബർ റിബാ ശത്മുൽ അറാദ്. പലിശകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടുന്ന പലിശ എന്ന് പറയുന്നത് മനുഷ്യരുടെ അഭിമാനം തളർത്തിക്കളയുന്ന വിധം അവരെക്കുറിച്ച് മോശം പറയലാണത്രേ. അത് കുടുംബക്കാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും നാട്ടിലെ ദീനീ പ്രവർത്തകരാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിലും ആരാണെങ്കിലും ഒരു മനുഷ്യൻ്റെ അഭിമാനം തളർത്തിക്കളയുന്ന ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞത് ആ മനുഷ്യനെങ്ങാനും കേൾക്കാൻ ഇടവരുമ്പോൾ അയാൾക്ക് വേദന ഉണ്ടാകുമോ? ഉണ്ടാകുമെങ്കിൽ നിങ്ങൾ ചെയ്തത് പലിശ ഉപയോഗത്തിൽ വെച്ച് ഏറ്റവും ഗുരുതരമായ പലിശ പോലെയാണ്. അഭിമാനങ്ങൾ പിച്ച് ചീന്തപ്പെടുക. മനുഷ്യന്റെ വിചാരം സോഷ്യൽ മീഡിയയിൽ അവനവന്റെ അക്കൗണ്ട് തുറന്നിട്ട് ആരെയും എന്തും വിളിച്ചു പറയാം. ഇതെന്ത് സംസ്കാരമാണ്? മുസ്ലിമീങ്ങളത് ചെയ്യരുത്, മുസ്ലിമീങ്ങളത് ചെയ്യരുത്. അതൊക്കെ ലൈസൻസ്, ഞങ്ങൾക്ക് എന്ത് ലൈസൻസ് ഉണ്ടെന്ന് വിചാരിക്കുന്ന പല ചിന്തക്കാരുണ്ടാവും. മുസ്ലിം ഇത് ചെയ്യരുത്. എന്തെല്ലാം നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റും? ആരെയും വേദനിപ്പിക്കാതെ, ആരെയും ആക്ഷേപിക്കാതെ, ആരെയും പേരെടുത്ത് പറഞ്ഞ് നോവിക്കാതെ, ആരുടെ മനസ്സിലേക്കും വേദനയുടെ കയ്പിനീരുകൾ ഇട്ടുകൊടുക്കാതെ എത്ര നല്ല കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ ഇവിടെ ചെയ്യാനുണ്ട്. പിശാച് നമ്മളെ തളർത്തിക്കളയല്ലേ. ബഅ്സുഹും ബൈനഹും ശദീദ്. നമ്മളെ തന്നെ കൊത്തി നോവിച്ച് വലിച്ചു കീറിയിട്ട് എന്താ നമുക്ക് ലഭിക്കാൻ പോകുന്നത്? ഫാസിക്കായി പോവലോ? അത് മതിയെങ്കിലും ഓക്കെ.
പുണ്യ നബി പറയാ, ഫാസിഖാവും മോനെ, ഫാസിഖ് എന്നാ നിന്റെ പേര്, ഫാസിഖ്. ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ. ഒരു മുസ്ലിമിനെ കൂലിപ്പണിക്ക് പോണ ആളായിരിക്കാം, നിങ്ങൾ ആക്ഷേപിക്കുകയാണെങ്കിൽ, ഈ ആക്ഷേപം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു മനുഷ്യനിൽ ഉള്ളത് പറയലാണ് ഗീബത്തും നമീമത്തും. അത് ഉള്ളത് തന്നെയല്ലേ എന്ന് ചോദിക്കും. ഉള്ളത് പറയാൻ പാടില്ല എന്നാ. ആ മനുഷ്യനോട് നേരിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. പൊതുവേദിയിൽ അവതരിപ്പിക്കുകയാണോ, സോഷ്യൽ മീഡിയയിൽ നാറ്റിക്കുകയാണോ, നിങ്ങൾ ഫിസ്കിൽ പെട്ടുപോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഫാസിഖാണ് എന്ന് പുണ്യനബി തങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഫാസിഖായ ഒരു മനുഷ്യൻ എന്തു നിങ്ങളോട് പറഞ്ഞാലും അത് നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ലെന്നാണ്. അപ്പം എന്തായി, മുസ്ലിം ബഹുജനങ്ങളിൽപ്പെട്ട ആളുകളെ, സാധാരണക്കാരെ പോലും, അത് കഴിഞ്ഞിട്ട് ബാക്കി ആലിമീങ്ങളെയും ദഅവത്ത് ചെയ്യുന്നവരെയും ദീനിൻ്റെ ഹാദിമീങ്ങളെയും അഹ്ലുബൈത്തിൽപ്പെട്ട ആളുകളെയും ഇതൊക്കെ ആക്ഷേപിക്കുന്നവരുടെ കാര്യം എന്താ ആലോചിച്ചാൽ മതി. ഒരു സാധാ മുസ്ലിമിനെ ആക്ഷേപിച്ചാൽ ആൾ ഫാസിഖായി മാറും. പിന്നെ അയാൾ എന്തെഴുതിയാലും വിശ്വസിക്കാൻ പാടില്ല എന്നാ. ഫതബയ്യനു, ഇവിടുന്ന് ഇറക്കരുത്. കാരണം ഫാസിഖിന്റെ കാറ്റഗറിയിൽപ്പെട്ട ആളാണ്. ഇങ്ങനത്തെ എത്ര ആളുകളുണ്ട് നമുക്കിടയിൽ. അല്ലാഹു ബോധം നൽകട്ടെ. ഇതിന് അത്ഭുതം എന്താണെന്നറിയോ, ഈ പറഞ്ഞ പണി ചെയ്യുന്ന ഒറ്റൊരുത്തനും ഇത്തരം കാര്യങ്ങൾ കേൾക്കൂല, അവരതിനെപ്പറ്റി ചെവിയും കൊടുക്കൂല. അവരിപ്പോഴും വേറെ നാലാളെ കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും ഇപ്പോൾ. അതാണ് അത്ഭുതം. അവരത് കേൾക്കുന്ന പോലുമില്ല, അവരറിയുന്ന പോലുമില്ല. അള്ളാഹു തൗഫീക്ക് കൊടുക്കണില്ല എന്ന്. അള്ളാഹു അൽ മഹ്റൂമു മൻ ഹുരിമ റഹ്മത, അള്ളാഹിൻ്റെ റഹ്മത്ത് നഷ്ടപ്പെട്ടവനേക്കാളും ഇവിടെ നഷ്ടം പറ്റിയവൻ ആരാ ഉള്ളത്? അള്ളാഹു അങ്ങനെ റഹ്മത്തിൽ നിന്ന് ദൂരെയാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സതുപദേശം പോലും കേൾക്കാൻ അവർക്ക് അവസരം ഉണ്ടാവില്ല. പറഞ്ഞ പോലും അഹങ്കാരം കൊണ്ട് ജഅദരിയായിരിക്കും, സ്വീകരിക്കാൻ തോന്നൂല അവർക്ക്. അപ്പം പറഞ്ഞവനങ്ങോട്ട് കുറച്ച് ചീത്ത പറയാം. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ ബോധം നൽകണേ പടച്ചവനെ. ആമീൻ. അതദുറൂന മനിൽ മുഫ്ലിസ്, ആരാണ് പാപ്പരായവനെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ഹബീബാ നബി തങ്ങൾ സ്വഹാബികളോട് ചോദിക്കുന്നു. ആരാ പാപ്പരായവൻ? നമ്മൾ പറയുന്നത് ബാങ്ക് ജപ്തി ചെയ്തിട്ട് പുര നഷ്ടപ്പെട്ടു പോയവൻ, കടത്തിൽ മുങ്ങിയിട്ട് നാട്ടുകാരെ പിരിവിട്ട് വീട് വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നവർ, രോഗം വന്നിട്ട് ചികിത്സിക്കാൻ പണമില്ലാഞ്ഞിട്ട് ഇന്നാൾക്ക് വേണ്ടി ചികിത്സാ സഹായ പദ്ധതി എന്നൊരു കൂട്ടായ്മയുണ്ടാക്കിയ ആളുകൾ, ഇവരൊക്കെ പാപ്പരന്മാരാണ്. അങ്ങനല്ലേ നമ്മൾ പറയാ. ഇത് നിങ്ങൾ പറഞ്ഞു അവരൊന്നല്ല. ആരാ മുഫ്ലിസ് എന്നറിയോ? ആരാണ്? ഹു ഈസ് ദ റിയൽ ബാങ്ക്റപ്റ്റ്? ഏറ്റവും വലിയ പാപ്പരെന്ന് പറയുന്ന ആൾ. ബാങ്ക്റപ്റ്റ് എന്നതിന് പറയാം മുഫ്ലിസ്. ആരാ? ഏറ്റവും വലിയ പരാജയപ്പെട്ട ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ വീണ ആൾ ആരാണെന്നറിയാം. ഏറ്റവും വലിയ ദരിദ്രനാരാണ്? ഒരുപാട് നിസ്കാരവും കുറേ സുന്നത്ത് നോമ്പും കുറേ മജ്ലിസുന്നൂറും കുറേ ദിക്റുകളും കുറേ സ്വലാത്തും അതിനിടയ്ക്ക് കുറച്ച് ഉംറയും റമളാനിൽ കുറച്ച് കരച്ചിലും അവസാനത്തെ പത്തിൽ കുറച്ച് ഇത്തികാഫും ഇതൊക്കെ കയ്യിലുണ്ട്. വഖദ് ശതമ ഹാദാ, അതോടൊപ്പം കുറേ ആൾക്കാരെ കുറിച്ച് കുറ്റം പറഞ്ഞിരുന്നു. വഖദഫ ഹാദാ, വേറെ ആളെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് പറഞ്ഞിരുന്നു. വസഫക ദമ ഹാദാ, ചില ആളുകളെ ഉപദ്രവിച്ചിരുന്നു, ചില ആളുകളുടെ സമ്പത്ത് അപഹരിച്ചിരുന്നു. ഇതൊക്കെ ചെയ്തിട്ട് പരലോകത്തേക്ക് വരുമ്പോഴേ അയാൾ ചെയ്ത നിസ്കാരം നോമ്പും നല്ല കാര്യങ്ങളൊക്കെ വിസ്തരിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് അയക്കും എന്നിങ്ങനെ വിചാരിച്ചു നിൽക്കുമ്പോ അതാ ഒരാൾ വരുന്നു. അല്ലാഹുവേ, എന്നെ ഇവൻ ചീത്ത പറഞ്ഞിട്ടുണ്ട് റബ്ബേ. അവന് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇങ്ങനെ വരും, വാട്സപ്പ് ഇങ്ങനെ വന്നങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ ഇറങ്ങി. ആലോചിച്ച് നോക്കി എന്തായിരിക്കും എൻ്റെ അവസ്ഥ. ഇതൊക്കെ അവൻ എന്നെക്കുറിച്ച് പറഞ്ഞതാണ്, എന്നെക്കുറിച്ച് പറഞ്ഞതാണ്. പകരം തരണം പടച്ചവനെ. നീ പുറത്തു കൊടുക്കൂല റബ്ബേ, ഞാൻ ഇവിടെ നിന്ന് കണക്ക് തീർക്കാൻ വെച്ചതാണ്. അതുകൊണ്ട് അവൻ്റെ അമൽ ഇങ്ങോട്ട് വേണം എനിക്ക്. അവര് 10-20 കൊല്ലത്തെ റമളാന്റെ അവസാനത്തെ പത്തിൽ ഇത്തികാഫ് പോയി. ലൈലത്തുൽ ഖദറിൽ കുറച്ച് കരഞ്ഞിരുന്നു, അതും പോയി. ഒരു തസ്ബീഹ് നിസ്കാരം കൊല്ലത്തിൽ 1 നിസ്കരിച്ചിരുന്നു, അതും പോയി. പിന്നെ ഒരു 4-5 ഉംറയും കൊടുത്തു, എൻ്റെ കിട്ടിയില്ല പോയിക്കോന്ന്. എന്നാ പിന്നെ ബാക്കിയുള്ള അമല് കൊണ്ട് പോകാൻ നിൽക്കുമ്പോൾ അടുത്ത ആള്, പടച്ചവനെ എന്നെയും പറഞ്ഞിരുന്നു റബ്ബേ, ഇവന് തന്നെയായിരുന്നു പരിപാടി, എനിക്ക് വേണം, അവൻ്റെ അമല് വേണം, സൽക്കർമ്മം വേണം റബ്ബേ. കുറേ നിസ്കാരം നോമ്പും ദിക്റുമൊക്കെ അയാൾക്ക് കൊടുത്തു. അപ്പൊ അടുത്ത ആള് വന്നു. ഇങ്ങനെ വന്ന് 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 ഇവന്റെ നന്മകൾ മുഴുവൻ ചോർന്നു.
ഇനി കൊടുക്കാനില്ല. അപ്പം എന്താ സംഭവിക്കാന്നറിയോ? ഈ പരാതിയുമായി വന്ന ആളുകളുടെ തെറ്റുകൾ ഇവനോട് ഏറ്റെടുക്കാൻ വേണ്ടി പറയും. ആ പറഞ്ഞതിന് തുല്യമായ തെറ്റുകൾ. എന്നിട്ട് ഈ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയും. അവനാണ് പാപ്പരായവൻ, അവനാണ് മുഫ്ലിസ്, അവനാണ് റിയൽ ബാങ്ക്രപ്റ്റ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം, കർമ്മങ്ങൾ ഉണ്ടാക്കാൻ എത്ര ത്യാഗം ചെയ്യണം. ഉംറ ഹജ്ജ് എന്നൊക്കെ പറഞ്ഞാൽ എളുപ്പമാണോ? വലിയ പ്രയാസമാണ്. നടക്കണം, തളരും, ഉറക്കുണ്ടാവില്ല, ഭക്ഷണം കിട്ടൂല, മസിൽ കയറും, ബാക്ക് പെയിന് വരും. ഹജ്ജ് വലിയ ത്യാഗമാണ്, വലിയ ത്യാഗമാണ്. ഉംറ ത്യാഗമാണ്, ഹജ്ജ് വലിയ ത്യാഗമാണ്. അറിയില്ലേ, 10-15 കിലോമീറ്റർ നടക്കണം ചൂടിൽ. ഇതൊക്കെ ചെയ്തു വന്നിട്ട് നാവുകൊണ്ട് ഒരു മനുഷ്യൻ കേട്ടാൽ അയാൾ ഇഷ്ടപ്പെടാത്തത് സത്യമാണോ ന്യായമാണോ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്തോ ആകട്ടെ, ഒരു മനുഷ്യനെക്കുറിച്ച് മോശം വിചാരിക്കപ്പെടുന്നത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമലൊക്കെ നഷ്ടപ്പെട്ടു പോകും എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടേ അതിൻ്റെ ഗൗരവം എത്രയാണ്. നമ്മളൊരു സംസ്കാരത്തിൻ്റെ ആള്, പുണ്യനബി നമ്മളത് പഠിപ്പിച്ചതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഹാബിയെ വിളിച്ചിട്ട് ഉപദേശം കൊടുക്കുന്നു, വസിയത്ത് നൽകുന്നു. ഇത്തഖില്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെടണമേ. എന്നിട്ട് പറഞ്ഞു, വഇനിംറുഉൻ ശതമക ഔ അയ്യറക ബിഅംരിൻ ലൈസ ഹുവ ഫീക്. നിങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് ഒരാൾ നിങ്ങളെ ആക്ഷേപിക്കുകയോ കളിയാക്കുകയോ ചെയ്താൽ ഫലാ തുഅയ്യിറുഹു ബിഅംരിൻ ഹുവ ഫീഹി, അയാളെക്കുറിച്ച് നിങ്ങൾക്കറിയുന്ന ചില രഹസ്യങ്ങളുണ്ടാവും, അത് നിങ്ങൾ പറയാൻ പാടില്ല. അയാൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു, നിങ്ങളും അല്ലാഹുവും തമ്മിൽ ചെയ്ത് തീർത്താൽ മതി. അത് വദഅഹു യകൂനു വബാലുഹു അലൈഹി, നിങ്ങളെക്കുറിച്ച് പറഞ്ഞതിൻ്റെ വിപത്ത് അയാൾ അനുഭവിക്കേണ്ടി വരും. വഅജ്റുഹു ലക്, അത് ക്ഷമിച്ചതിൻ്റെ കൂലിയും നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് ഹബീബായ തങ്ങൾ ആ സ്വഹാബിക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ കൊടുത്ത ഉപദേശം, വലാ തസുബ്ബന്ന അഹദാ, നിങ്ങൾ ആരെയും ചീത്ത വിളിക്കരുതേ, ആരെയും ചീത്ത വിളിക്കരുത്. ആ സ്വഹാബി പറയാ, ഞാൻ പിന്നെ ഒരു കഴുതയെയോ പൂച്ചയെയോ ഒരു നായയെയോ ഒരു ഒട്ടകത്തെയോ ഒരു മൃഗത്തെപ്പോലും ഞാൻ ചീത്ത വിളിക്കാറില്ല. സുബ്ഹാനല്ലാഹ്. ഇതാണ് മുസ്ലിം. ഒരു നിസ്കാരത്താകുമ്പോൾ മാത്രം പോരാ, നമുക്ക് നമ്മുടെ നാവും നമ്മുടെ വാക്കുകളും ഒരുപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അത് എഴുതിവിടുന്നത്, ഏതൊന്ന് പറയാൻ പാടില്ലയോ അത് എഴുതുന്നതും തെറ്റാണ്. എന്താണ് സത്യാവസ്ഥ എന്നറിയില്ല, അവർ കേട്ടതൊരു കാര്യമായിരിക്കും, അതിൻ്റെ മറുപുറം എന്താണെന്ന് അവർക്കറിയോ. ഇനി അറിഞ്ഞു എന്ന് വിചാരിക്കുക, ആ കേട്ടത് സത്യം തന്നെയാണെന്ന് വിചാരിക്കുക, ലൗഫുരിയുള്ള അങ്ങനെ സങ്കല്പിക്കുക. എന്നാൽ പോലും ഒരു മനുഷ്യൻ കേട്ടാൽ ഇഷ്ടപ്പെടാത്തത് നിങ്ങൾ പറയാൻ പാടില്ലെന്നാണ്, എഴുതാൻ പാടില്ലെന്നാണ്. അപ്പം നാളെ പരലോകത്ത് കണക്ക് കൊടുക്കേണ്ടി വരും, ചെയ്തതൊക്കെ പോകും. എനിക്ക് തോന്നുക പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ നാളെ രക്ഷപ്പെടൽ ഈ യൂട്യൂബിലൊക്കെ കിട്ടുന്ന തെറി കൊണ്ടായിരിക്കും നാളെ രക്ഷപ്പെടുക, ഉറപ്പാ. നമുക്ക് കൂടുതൽ അമൽ ചെയ്യാനൊന്നും സാരില്ല. ഈ തെറികളും കുറേ ചീത്ത വിളികളും ആക്ഷേപങ്ങളും ഇങ്ങനെ താഴെ കമൻ്റ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ എല്ലാം മുസ്ലിമാണോ, അൽഹംദുലില്ലാഹ് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ കയ്യിൽ. ഒരു സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ചൊല്ലാത്തതുണ്ടാവും, പെരുന്നാൾ നിസ്കരിക്കാത്തതും ഉണ്ടാവില്ലല്ലോ. ഒരു അല്ലാഹു അക്ബർ ചൊല്ലിയതെങ്കിലും കിട്ടൂലേ, ഞാൻ സന്തോഷിക്കല, അൽഹംദുലില്ലാഹ്. അതൊക്കെ നമ്മളെ ജാതിപ്പെട്ടതാണല്ലോ, അല്ലാഹ് എന്തെങ്കിലുമൊക്കെ കിട്ടാണ്ടാവും, അൽഹംദുലില്ലാഹ്. അതൊരു വലിയ സൗഭാഗ്യമാണ്. അതൊരു വലിയ, നമ്മൾ വിചാരിക്കുന്ന ഒരു നിസ്സാര കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെന്ന്. മനുഷ്യൻ്റെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, അതിന് ചില ഡിസിപ്ലിൻ ഒരു മുസ്ലിം പാലിക്കേണ്ടതുണ്ട്. ഇതില്ലേ, നമ്മളത് കൈകാര്യം ചെയ്യണ്ട. അത്രയൊന്നും ക്ഷമല്ലേ, തെച്ചു വയ്ക്കും, ആരെങ്കിലും കൈകാര്യം ചെയ്തോളൂ. നമുക്ക് ക്ഷമല്ലേ, നമ്മൾ ഇങ്ങോട്ട് ആരെങ്കിലും ആക്ഷേപിക്കുമ്പോഴേക്കും അങ്ങോട്ട് പ്രൈവറ്റിൽ പോയിട്ട് അയാൾക്ക് തിരിച്ചങ്ങോട്ട് മറുപടി പറയാൻ അല്ലെങ്കിൽ ആക്ഷേപിക്കാൻ, ഇതിനാണോ നമ്മൾ നടക്കുന്നത്? പിന്നെ നമ്മളും അവരും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? ചെയ്യരുത്, ചെയ്യരുത്. അള്ളാഹു നമുക്ക് ക്ഷമ നൽകട്ടെ, അള്ളാഹു നമുക്ക് ക്ഷമ നൽകട്ടെ, അള്ളാഹു ക്ഷമ നൽകട്ടെ. ഞാൻ പറയുന്നതിൽ വലിയൊരു വേദന ഉണ്ടാക്കുന്നത് പച്ചയായ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട വാക്കുകൾ, പച്ചയായിട്ട് വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുന്നത്. മലയാളികളൊന്നും ഇത് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല കേട്ടോ. ഇതൊരു ജാതി മതം നോക്കിയിട്ടല്ല ഞാൻ പറയുന്നത്. മലയാളം സംസ്കാരിക്കുന്ന പെണ്ണുങ്ങളും ആണുങ്ങളും, വലിയൊരു ശതമാനം സ്ത്രീകൾ
കൂളായിട്ട് മോശമായ ഡയലോഗുകൾ, വളരെ മോശമായ വൃത്തികെട്ട വാക്കുകൾ അത് റെക്കോർഡ് ചെയ്ത് അവനവൻ്റെ അക്കൗണ്ടിലൂടെ പോസ്റ്റ് ചെയ്യാൻ ടിക്ടോക്കിലും യൂട്യൂബ് ഷോർട്ടുകളിലും അല്ലാതെയുമായിട്ട് സോഷ്യൽ മീഡിയകളിൽ അതിന് കുറേ ആളുകളുണ്ട്. അതിന് ഓശാന പാടാൻ, അതിനൊക്കെ യെസ് പറയാൻ, അതിനൊക്കെ നല്ല നല്ല കമൻ്റ് കൊടുക്കാൻ. മുസ്ലിം ഉമ്മത്തിനോട് പറയണേ, അവരോട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, അല്ലാത്തവർ ഇറ്റ്സ് നൺ ഓഫ് മൈ കൺസേൺ. നമ്മൾ ഇടങ്ങി പറയേണ്ട അതൊക്കെ അവരുടെ നേതാക്കന്മാരോ അവർ വിശ്വസിക്കുന്ന ആദർശക്കാരോ അവർ പറഞ്ഞെടുത്ത പോലെ അവർ ജീവിച്ചോട്ടെ. മുസ്ലിം ഉമ്മത്ത് നമ്മൾ സംസാരിക്കുന്നത് ഇസ്ലാമിൻ്റെ പ്രമാണം വെച്ചാണ്. ഞാൻ എൻ്റെ അഭിപ്രായമല്ല പറയുന്നത്. മുസ്ലിം എന്ന് പറയുന്നത് ഹബീബിനെയും അള്ളാഹുവിനെയും അവിടുത്തെ ഹബീബിൻ്റെ സ്വഹാബിമാരെയും ഉലമാഇനെയും പ്രമാണമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. അത് നമ്മുടെ ഇന്നത്തെയും നാളെ മണ്ണിൽ കിടക്കുന്ന ജീവിതത്തെയും ബാധിക്കാൻ പോകുന്ന വിഷയമാണ് എന്ന് ബോധിച്ചവനാണ് മുസ്ലിം. അത്തരക്കാരോട് മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. ഇതുവരെ വേദം പറഞ്ഞതൊക്കെ അങ്ങനെ തന്നെയാണ്. ഇനി പറയുന്നതും പറയാൻ ഉദ്ദേശിക്കുന്നതും അവരോട് തന്നെയാണ്. അല്ലാത്തവരോട് നമ്മൾ എന്താ പറയുക, ലോകത്ത് എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നതുകൊണ്ട് എന്ത് പറയാനാ? അതിനെന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഒരു കുഴപ്പമില്ലടോ, ചെയ്തോ. പക്ഷെ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളാണോ നിന്നെ ഉപദേശിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഈ സമൂഹത്തിലെ പണ്ഡിതന്മാർക്കുണ്ട്. അത് കേൾക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ ശരീരമെങ്ങാനും പിശാചിൻ്റെ പിടിയിലങ്ങ് അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കേൾക്കാൻ കഴിയില്ല. അത് രസം തോന്നൂല, വെറുപ്പാകും, ആക്ഷേപമാവും. അതിനാണ് ജഅദരി എന്ന് പറയുന്നത്. അങ്ങനെ ആയിപ്പോവരുത്. അല്ലാഹു കോപിക്കും. ആ കോപം നമ്മുടെ ഫെയിമോ, നമ്മുടെ സമ്പാദ്യമോ, നമ്മുടെ കുടുംബമോ എല്ലാം തകരാൻ കാരണമാകും. കാരണം അല്ലാഹു ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. പടച്ചതമ്പുരാൻ കാത്തുരക്ഷിക്കട്ടെ. വിശുദ്ധ ഖുർആൻ എത്ര മനോഹരമായിട്ടാണ് സൂറത്ത് യൂസുഫിൽ വറാവദതുഹു അല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സിഹി. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ സുലൈഖ ബീവി വശീകരിച്ചത് വിശുദ്ധ ഖുർആൻ പരാമർശിച്ച ഒരു ഭാഗത്തിൻ്റെ ഒരു സൗന്ദര്യമേ, എന്തൊരു മനോഹരം! അതിസുന്ദരിയായ ഒരു പെണ്ണും അതിസുന്ദരനായ പ്രവാസിയായി വിവാഹം ചെയ്യാതെ സ്വന്തം നാട്ടിൽ നിന്ന് ഒരുപാട് ദൂരെ ഈജിപ്തിൽ കഴിയുന്ന യൂസുഫ് അലൈഹിസ്സലാമും തമ്മിൽ നടന്ന ആ ഒരു വളരെ ആത്മഹർഷം നൽകുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഇടപെടൽ, അവർ തമ്മിൽ നടന്ന ആ ഒരു സംഭവത്തിൻ്റെ പരാമർശം എത്ര മനോഹരമാണ്! ആർക്കെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ലൈംഗികതയുടെ ചുവ ആ ആയത്തുകൾക്കിടയിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുമോ? കിട്ടൂല. വിശുദ്ധ ഖുർആൻ അത്തരം വാക്കുകളെയെല്ലാം എത്ര മനോഹരമായിട്ടാണ് വിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്തത്. ഇന്നല്ലാഹ കരീമുൻ യുഖന്നി മാഷാ. അല്ലാഹു കരീമാണ്, അല്ലാഹു മാന്യനാണ്. യുഖന്നി മാഷാ, അല്ലാഹു ഉദ്ദേശിച്ചതെല്ലാം തുറന്നു പറയാതെ അല്ലാഹു രഹസ്യമായി പടച്ചതമ്പുരാൻ അതിനെ പെട്ടെന്ന് മനസ്സിലാവുന്ന രൂപത്തിലല്ല. ആ വാക്കുകളുടെ മറുപുറത്ത് മറ്റൊരാശയമുണ്ട്. എന്നാൽ ആ വാക്കുകൾ എത്ര മനോഹരമാണ്. ഉദാഹരണം പറയാം. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ. എന്താ ഇതിനർത്ഥം? വഹിയൽ ഇഖ്തിലാത്ത് അൽ ഹാസിലു ഇൻദൽ ജിമാഅ. ഇതിന്റെ തഫ്സീർ അതാ. ഒരു തഫ്സീർ അതാ. സ്ത്രീകൾ നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് വസ്ത്രമാണ്, നിങ്ങൾ അവൾക്കും വസ്ത്രമാണ്. എന്താ മനസ്സിലായത്? ഒരുപാട് ആശയങ്ങളുണ്ട്. അവർ നിങ്ങൾക്ക്, നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് വസ്ത്രമാണ്, നിങ്ങൾ അവർക്കും വസ്ത്രമാണ്. ആ കോണ്ടെക്സ്റ്റിൽ അവിടെ ഉപയോഗിക്കപ്പെട്ട ആശയം എന്താണെന്നറിയോ? നിങ്ങൾ അവരുമായി ശരീരം ചേർന്ന് കിടക്കുന്നവരാണ് എന്ന് പറയാനാ വസ്ത്രം ദേഹത്തൊട്ടുന്ന പോലെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നത്. നിങ്ങൾ അവരുമായി കിടപ്പറയിൽ സമയം ചെലവഴിക്കുന്നവരാണ് എന്ന് പറയേണ്ടതിന് പകരം അവർ നിങ്ങൾക്ക് വസ്ത്രമാണ്, നിങ്ങൾ അവർക്കും വസ്ത്രമാണ്. എത്ര മനോഹരം! ഇതൊക്കെ പച്ചയിൽ വിളിച്ചു പറയുന്ന മനുഷ്യന്മാരില്ലേ സോഷ്യൽ മീഡിയയിൽ? പച്ചയായിട്ട് നിസാഉകും ഹർസുൽ ലക്കും ഫഅതു ഹർസകും അന്നാ ശിഅ്തും. ഈ ആയത്തിനെ ശരിക്ക് മനസ്സിലാക്കാതെ
തെറ്റിദ്ധാരണ കാരണം ഈ ആയത്തിന്റെ ആശയം മനസ്സിലാക്കാതെ പോകുന്നവരുണ്ട്. നിസാഉകും ഹറസുൽ ലക്കും, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ ഹർസാണ്. ഹർസ് എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്ത് ധാന്യമിറക്കി വിളവുണ്ടാകുന്ന സ്ഥലത്തിനാണ് ഹർസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഭാര്യമാർ, അവരിൽ നിന്ന് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാൻ അല്ലാഹു ഉപയോഗിച്ച വാക്കാണത്. അല്ലാഹു അനുവദിച്ച പ്രകാരം, അല്ലാഹു അനുമതി നൽകിയതുപോലെ നിങ്ങളുടെ ഹർസിനെ നിങ്ങൾക്ക് സമീപിക്കാൻ പറ്റും. അത് കൃഷിയിടമാണ് എന്ന് പറയുമ്പോൾ കൃഷിയിടമല്ലാത്തിടത്തേക്ക് നിങ്ങൾ പോകരുതേ എന്ന് അഭിനവ സംസ്കാര ശൂന്യതയിലേക്ക് വിരൽ ചൂണ്ടി വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണിത്. ഹർസിനെയാ സമീപിക്കേണ്ടത്. എവിടെയാണോ കുഞ്ഞുണ്ടാവാൻ അല്ലാഹു കാരണമാക്കി വെച്ചത് ആ ഭാഗമാണ് നിങ്ങൾ സമീപിക്കുന്നത്, അതല്ലാത്തത് സമീപിക്കരുത്. നിസാഉകും ഹർസുൽ ലക്കും ഫഅതു ഹർസകും മന്നാ ശിഅ്തും. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് യഥേഷ്ടം കൊയ്തെടുക്കാനുള്ള വയലാണ്, കൃഷിയിടമാണ് എന്ന് പറയും. അതല്ല അതിൻ്റെ ഉദ്ദേശം. ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നൽകുന്നുണ്ട്. അതുകൊണ്ടൊരു പെണ്ണിൻ്റെ ആരോഗ്യം, നിങ്ങളുടെ ആരോഗ്യപരമായ മനുഷ്യന്റെ നൈസർഗികമായ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടേണ്ടത് ആ ഭാഗമാണ് എന്ന് സൂചിപ്പിക്കാൻ അല്ലാഹു ആധുനിക ലോകത്ത് ഇരുൾമുറ്റിപ്പോയൊരു സംസ്കാരച്യുതിയുടെ, സ്ത്രീകളെ ഒരു ഭോഗവസ്തു മാത്രമാക്കി വെച്ച ഒരു കാലഘട്ടത്തോട് 21-ാം നൂറ്റാണ്ടിനോട് വിശുദ്ധ ഖുർആൻ നടത്തുന്ന എത്ര മനോഹരമായ ഇടപെടലാണിത്. നിസാഉകും ഹർസുൽ ലക്കും ഫഅതു ഹർസകും അന്നാ ശിഅ്തും. ആ ഹർസ് എന്ന് പറയുന്ന പ്രയോഗത്തിന് പകരം ഏതെല്ലാം മോശപ്പെട്ട വാക്കുകൾ മനുഷ്യരെന്ന് പ്രയോഗിക്കുന്നുണ്ട്. ഖുർആൻ പ്രയോഗിച്ച വാക്കിന്റെ മനോഹാരിത നോക്കൂ. ഹർസുൽ ലക്കും. فلما تغشاها حملت حملا خفيفا فمرت به. سورة الأعراف. فلما تغشاها, ഒരു കുഞ്ഞിന് ജന്മം നൽകി ഒരു ഉമ്മ കഷ്ടപ്പെട്ട് പ്രസവിക്കുന്ന ഒരു ഉമ്മയുടെ പ്രസവവും ഗർഭകാലത്തിൻ്റെയും യാതനകളെ സൂചിപ്പിച്ചുകൊണ്ട് ഖുർആൻ നടത്തിയൊരു പരാമർശം. ഫലമ്മാ തഗശ്ശാഹാ, ഗശിയ എന്ന് പറഞ്ഞാൽ ശരിക്കും തണുക്കുമ്പോൾ പുതപ്പിട്ട് നമ്മൾ മൂടൂലേ, പുതപ്പിട്ട് മൂടി കിടക്കൂലേ തണുക്കുമ്പോൾ, അതിനാണ് തഗശ്ശ എന്ന് പറയുന്നത്. ഫലമ്മാ തഗശ്ശാഹാ, തൻ്റെ ഭാര്യയെ പുതപ്പിട്ട് മൂടി, ആ ഭാര്യയെ പുതപ്പ് പോലെ ദേഹത്തേക്ക് പുതപ്പിട്ട് മൂടിയപ്പോൾ, ഇത് മെറ്റഫറാണ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്നവർക്ക് മെറ്റഫർ എന്താണെന്നറിയും. സിമിലി എന്ന് പറയാം. ഒരു പുതപ്പിട്ട് മൂടുന്ന പോലെ ആ ഒരു വാക്ക് പ്രയോഗം മനുഷ്യന്റെ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കാനാണ് ഖുർആൻ പുതപ്പ് മൂടുന്നത് എന്ന് പറയുന്നത്. കുളിരുണ്ടാകുമ്പോൾ മനുഷ്യൻ ദേഹത്ത് ചുറ്റുന്ന ഒരു പുതപ്പിനെയാ ഗിഷാ എന്ന് പറയാം. തഗശ്ശാഹ, പച്ചയായി തുറന്നു പറയാൻ പാടില്ല എന്ന് പറയുന്ന വിഷയങ്ങൾ. അതിലേറെ അത്ഭുതം എന്താണെന്നറിയോ? സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാമിനെയും മറിയം ബീവിയെയും ദൈവമാണെന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ ഇന്നുണ്ട്, അന്ന് കാലഘട്ടങ്ങളിലുണ്ട്. യേശു ക്രിസ്തു എന്ന് പറയുന്ന ജീസസ് ക്രൈസ്റ്റ്, ഈസാ നബി അലൈഹിസ്സലാം, അവരുടെ ഉമ്മയായ മറിയം ബീവി, മറിയമുൽ അദ്റാ, മറിയം മാരി ദ വെർജിൻ, മഹദിയായ മറിയം ബീവി വിവാഹം ചെയ്തവരല്ല. അവർക്ക് അത്ഭുതകരമായി ജനിച്ച മോനാണ് ഈസാ നബി അലൈഹിസ്സലാം. ഇതാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം. ഓരോ മതങ്ങൾക്കും അവരുടെ വിശ്വാസമുണ്ട്. ഇസ്ലാം പറയുന്നത് ഇതാണ്. ഇവിടെ ഒരു കാര്യം നാം സൂചിപ്പിക്കാൻ പോവുകയാണ്. അതായത് ചില ആളുകളെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മതങ്ങളെ ചീത്ത പറയുന്ന ഒരു കാലമാണല്ലോ. ഇസ്ലാമിനുള്ള മേക്കിട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ആക്ഷേപിച്ചുകൊണ്ട് എന്ത് പറയുന്നറിയോ? മുഹമ്മദ് നബി ബൈബിളിൽ നിന്ന് കോപ്പിയടിച്ചു, അല്ലെങ്കിൽ തോറയിൽ നിന്ന് കോപ്പിയടിച്ചു, അതങ്ങനെ ഖുർആൻ്റെ, അതാണ് സൂറത്ത് മറിയം എന്നൊക്കെ. അസ്തഗ്ഫിറുല്ലാഹ്. മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരോട് മാത്രം പറയാണ്. ഇങ്ങനെ പറഞ്ഞിങ്ങനെ ചീത്ത വിളിച്ച് പോകാൻ ഉദ്ദേശിക്കുന്നവർ പിന്നെ കേൾക്കാൻ നിൽക്കുന്നില്ലെങ്കിൽ ഇവരോട് പറയുന്നില്ല. കേൾക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
അന്നത്തെ നസ്വാറാക്കളിൽ നിന്ന് അവരുടെ ചരിത്രങ്ങൾ ഖുർആനിലേക്ക് പകർത്തിയെഴുതി എന്നാണ് നിങ്ങൾ ആക്ഷേപിക്കുന്നതെങ്കിൽ, സൂറത്ത് മറിയമിൽ മറിയം ബീവി ദൈവമാണ് എന്ന ആശയം കടന്നു വരും. ഈസാ നബി ദൈവമാണെന്ന് പുണ്യനബി എഴുതി വെക്കണമല്ലോ, അതല്ലല്ലോ എഴുതി വെച്ചത്. ഈസാ നബി അള്ളാഹുവിന്റെ അബ്ദും റസൂലുമാണ്. മറിയം അലൈഹിസ്സലാം ചാരിത്രശുദ്ധിയുണ്ടായിരുന്ന 4 മഹത്തുക്കളായ വനിതകളിൽപ്പെട്ട 4 മഹത്തുക്കളിൽ മഹിതമായ ഔന്നത്യം പ്രാപിച്ച മഹദികളിൽപ്പെട്ട ഒരു മഹദിയാണ് മറിയം ബീവി. മറിയം ബീവി റളിയല്ലാഹു അൻഹ ദൈവമായിട്ടല്ല പുണ്യനബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നല്ലാഹ സാലിസു സലാസ, ട്രിനിറ്റി എന്ന വിശ്വാസം ശരിയല്ല. കൂപ്പിടിച്ച പിന്നെ അതിൽ അങ്ങനെയാണോ പറയാ? അവരത് ശരിയാണെന്നല്ലേ പറയലേ? അവര് പറഞ്ഞു ഈസാ നബി ദൈവമാണെന്നല്ലേ? എന്നാ പിന്നെ അങ്ങനെയല്ലേ ഖുർആനിൽ കാണേണ്ടത്? കൂപ്പിടിച്ചതല്ല എന്ന് മനസ്സിലാക്കാൻ ഇതുപോലെ അവർ പറഞ്ഞതിലെ തിരുത്താണ് ഖുർആൻ കൊണ്ടുവന്നത്. വിശ്വാസത്തിൽ വന്ന പാളിച്ചകളെ ഖുർആൻ തിരുത്തുകയാണ് ഉണ്ടായത്. അല്ല, കൂപ്പിടിച്ചതാണെങ്കിൽ തിരുത്താൻ കഴിയില്ല ഇവിടെ. കാരണം അവരോട് അവരുടെ ദേഷ്യം സമ്പാദിക്കേണ്ട അവസ്ഥ വരില്ലേ? പക്ഷേ സത്യമായി നബി തങ്ങൾക്ക് വിളിച്ചു പറയേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ ദൈവമല്ല എന്ന് പറയാൻ ഒരു മനുഷ്യൻ എങ്ങനെ ദൈവാവുക? ദൈവം എന്ന് പറയുന്നത് ഹി ഷുഡ് ബി സെൽഫ് ഇറ്റേണൽ, സ്വമതാണ്. It should be one and only, അഹദാവണം, സ്വമദാവണം. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. There is nothing and no one comparable with Allah subhanahu wa ta'ala. പടച്ചതമ്പുരാനോട് തുല്യതയുള്ള ഒരാളുമേ ഒന്നുമേ, nothing, no deity, nothing in existence can be equal to Allah. അങ്ങനത്തെ ഒരു പടച്ചവനാണ് ഈ ലോകത്തിന്റെ God Almighty എന്ന് പറയുന്നത്. He shouldn't have any beginning and he shouldn't have an end. He should be transcends time and space. സമയമോ കാലമോ ആവശ്യമില്ലാത്ത, ഒരു ഹയ്യിസോ ഒരു വഖ്തോ ആവശ്യമില്ലാത്ത, എന്നാൽ ഖാലിഖുൽ ഹയ്യിസി വൽ ഔഖാത്ത്, the creator of the time and space, സമയവും സ്പേസും ഉണ്ടാക്കിയവനാണ് അല്ലാഹു. ഇതാണ് ഖുർആൻ പറയുന്ന മനോഹരമായ ദൈവം എന്ന സങ്കല്പം. അങ്ങനെ വരുമ്പോ വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈസാ നബിയെയും മറിയം ബീവിയെയും നിങ്ങൾ ദൈവമാണെന്ന് പറയുന്നത്? രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നവരായിരുന്നില്ലേ? ആര്? ഈസാ നബിയും ഉമ്മ മറിയം ബീവിയും. അവർ ഭക്ഷണം കഴിച്ചവരല്ലേ? ഉദ്ദേശം എന്താ അറിയോ? അവർ ടോയ്ലറ്റിൽ പോയിരുന്നവരല്ലേ എന്നാ. ഭക്ഷണം കഴിച്ചവൻ അവിടെ എക്സ്ക്രീഷൻ ഉണ്ടാവും, വയറ്റിന്ന് പുറത്തു പോവേണ്ടി വരും. അങ്ങനെ ഒരു ന്യൂനത പടച്ചതമ്പുരാന് ഉണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പോൾ അവർ ടോയ്ലറ്റിൽ പോയിരുന്നവരല്ലേ? വിസർജ്യം ദേഹത്തുനിന്ന് പുറത്തു പോയവരല്ലേ? ഒരു ജന്മവും ഒരു മരണവും അനുഭവിക്കുന്ന മനുഷ്യരല്ലയോ എന്ന് പറയേണ്ടതിന് പകരം അള്ളാഹു ഉപയോഗിച്ച വാക്ക് നോക്കണം. അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചവരായിരുന്നു. അപ്പം ഇതിനപ്പുറത്ത് നമ്മൾ മനസ്സിലാക്കണം, അങ്ങനത്തെ രണ്ടുപേർക്ക് നിങ്ങൾ എങ്ങനെയാ പടച്ചവനാന്ന് പറഞ്ഞു കൊടുക്കുക? അത് ശരിയാണോ? പടച്ചവൻ ന്യൂനതയില്ലാത്തവനല്ലേ? അതുകൊണ്ട് അള്ളാഹു ടോയ്ലറ്റിൽ പോയി അല്ലെങ്കിൽ അവർ വിസർജിക്കുന്നവരായിരുന്നല്ലോ എന്ന വാക്കുപോലും ഉപയോഗിക്കാതെ മേരി ആൻഡ് ജീസസ് ബോത്ത് യൂസ്ഡ് ടു ഈറ്റ് ഫുഡ്. ഇതിലും മനോഹരമായിട്ട് എങ്ങനെയാണ് ഇതിനെ അവതരിപ്പിക്കാൻ കഴിയുക? ഒരു മതവിശ്വാസികളെ നോവിക്കാതെ, അവരുടെ മനസ്സിന് വേദന ഉണ്ടാക്കാതെ ഒരു സത്യം ഖുർആൻ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ചിന്തിക്കണം, അവർ ഫ്ലഷ് ആൻഡ് ബോൺസ്, ശരീരവും മാംസവും ഉണ്ടായിരുന്ന, ജനനവും മരണവും അനുഭവിക്കുന്ന ആളുകളാണ്. അത്തരം ആളുകളെ നിങ്ങൾ ദൈവമായി വിശ്വസിക്കരുതേ. ഖാനായ കുലാനെത്വാം, അവർ ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു. മലമൂത്ര വിസർജനത്തെക്കുറിച്ച് പറയുന്നിടത്ത് വുളു എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ വെള്ളം കിട്ടിയില്ലെങ്കിൽ തയമ്മം ചെയ്തോളണം എന്ന് തയമ്മത്തിന്റെ മസ്അല പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കെന്താ? എന്താ ഗായിത്ത് എന്ന് പറഞ്ഞാൽ? നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഗായിത്തിൽ നിന്ന് വരികയാണെങ്കിൽ വുളു എടുക്കണം. എന്താ ഗായിത്ത് എന്ന് പറഞ്ഞാൽ? അൽ അർളുൽ മുൻഖഫിള, ചെരിഞ്ഞു കിടക്കുന്ന താഴേക്ക് പോകുന്ന ഭൂമിക്കാണ് ഗായിത്ത് എന്ന് പറയാം. അപ്പൊ അന്ന് ടോയ്ലറ്റ് ഇല്ലാത്ത കാലം ഭൂമിയുടെ ചെരുവുകളിൽ പോയിട്ട് അവര് മറയിരുന്നിരുന്നത്. ആ ചെരുവിൽ നിന്ന് നിങ്ങൾ വന്നാൽ
അതായത് നിങ്ങൾ ടോയ്ലറ്റ് പോയി വന്നാൽ അവിടെ ഉദ്ദേശം. പക്ഷെ ഉപയോഗിച്ച വാക്ക് ഗായിത്ത്. ഗായിത്തിന് വിസർജ്യം എന്നല്ല അർത്ഥം. ഗായിത്ത് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ചെരിഞ്ഞു കിടക്കുന്ന സ്ഥലം എന്നാണ്. അവിടെ നിന്ന് വന്നാൽ മനസ്സിലായി. അപ്പോഴേ നമ്മൾ കുട്ടികളോടൊക്കെ പറഞ്ഞു, ഉമ്മ എനിക്ക് എന്ന് പറഞ്ഞിട്ട് വയറ്റിന്ന് പോണ സാധനം പച്ചയിൽ മക്കൾ പറയുമ്പോഴേ, മോനെ ഉമ്മ എനിക്ക് ടോയ്ലറ്റ് പോകണം, എനിക്ക് ഹമ്മാമ് പോകണം എന്ന് പറയും മോനെ എന്ന് പറയണം. അവർ ആ ചെയ്യാവുന്ന കാര്യം പച്ച മലയാളത്തിൽ പറയുന്നുണ്ടാവും. അപ്പം മക്കൾക്ക് തിരുത്തി കൊടുക്കണം. മോനെ ടോയ്ലറ്റ് പോവുകയാണെന്ന് പറഞ്ഞു, ഇനിയിപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും വേറെ ഭാഷ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ആ സ്ഥലത്ത് പോവുകയെന്നേ പറയാവൂ. 1 പോവുക 2 പോവുക അങ്ങനെ പറയാറുണ്ട്. സ്കൂളിലൊക്കെ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് ടോയ്ലറ്റ് പോവാണ്ടോ ഇങ്ങനെ കാണിക്കണം, ഇങ്ങനെ കാണിച്ച